الله أكبر الله أكبر لا إله إلا الله الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الأخوة الكرام أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين لا يشهدون الزور وإذا مروا باللغو مروا كراما والذين إذا ذكروا بآيات ربهم لم يخروا عليها صما وعميانا والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما أولئك يجزون الغرفة بما صبروا ويلقون فيها تحية وسلاما خالدين فيها حسنة مستقرا ومقاما قل ما يعبأ بكم ربي لولا دعاؤكم فقد كذبتم فسوف يكون لزاما صدق الله العظيم. ബഹുമാനരായ സഹോദരീ സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കുന്നതാണ്. എന്നോടെന്ന പോലെ നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുക. വ്യക്തിത്വം, പേഴ്സണാലിറ്റി, ഷഖ്സിയത്ത് എല്ലാവരും മനസ്സിലാവും. 3 ഭാഷയിൽ പറഞ്ഞാൽ ആധുനിക വിദ്യാഭ്യാസ മേഖലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പഠന വിഭാഗമാണ്. ഒരു നല്ല ജീവിതം നയിക്കുന്നതിന്, വിജയപ്രദമായ ഒരു ജീവിതം നയിക്കുന്നതിന് മാന്യവും ഉത്തമവുമായ വ്യക്തിത്വം വികസിപ്പിച്ചെടുക്കേണ്ട ആവശ്യകത എല്ലാ മനുഷ്യരും സമ്മതിക്കുന്ന കാര്യമാണ്. അതിന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും വ്യക്തിത്വ വികസന ക്ലാസുകളും പ്രോഗ്രാമുകളും ടെക്നിക്കുകളും ടെസ്റ്റുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളിൽ പലരും അതിൽ ഭാഗമായിട്ടുണ്ടാവും. അത് വളരെ വലിയ ഒരു പഠന മേഖലയാണ്. ഒരുപാട് തിയറികളും സിദ്ധാന്തങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഈ വിഷയ സംബന്ധമായി വന്നിട്ടുണ്ട്. ഈ വ്യക്തിത്വം എന്ന് പറയുന്ന സംഗതി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആകത്തുകയാണ്. അപ്പോൾ അവൻ്റെ മാനസികവും ശാരീരികവുമായ എല്ലാ ചലനങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകും. ഇതിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച ആളുകൾ തന്നെ വിവിധങ്ങളായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ഒരു ഉത്തമമായ വ്യക്തിത്വം ഉണ്ടാവേണ്ടത് ആവശ്യമാണ് എന്നെല്ലാം ചിന്തിക്കും. വിജയം ഏത് കാര്യത്തിലാണ് എന്നുള്ളതിലാണ് അഭിപ്രായ വ്യത്യാസം. ജനങ്ങളിൽ ഏതാണ്ട് ബഹുഭൂരിപക്ഷവും 90% അല്ലെങ്കിൽ 95% ഒക്കെ ജീവിത വിജയം എന്താണെന്ന് ചോദിച്ചാൽ ഭൗതിക ജീവിതത്തിൽ നല്ല ഒരു സ്റ്റാറ്റസ് ഉണ്ടാവുക, അത് ജോലി, ഭാര്യ, കെട്ടിടം,
സംവിധാനങ്ങൾ, സ്ഥാനമാനങ്ങൾ, സൗകര്യങ്ങൾ, വിളിച്ചാൽ കുറേ ആളുകൾ, ഇങ്ങനെയുള്ള കുറേ സംഗതികളിലാണ് ജീവിതത്തിന്റെ വിജയം കുടികൊള്ളുന്നത് എന്നാണ് ധരിച്ചു വശിച്ചുള്ളത്. അധികം ആളുകളും അങ്ങനെയാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. കാരണം അധികം ആളുകൾക്ക് വിവരമില്ല എന്ന് പടച്ചോൻ പറയാം. പടച്ചോൻ അവന്റെ പടപ്പിനെ കുറിച്ച് നന്നായിട്ട് അറിയുക. അകത്ത് തന്നെ അതില്ലായാലും അധികം ആളുകൾക്കും വിവരമില്ല. അധികം ആളുകൾക്കും ബുദ്ധിയില്ല. ഇത് അള്ളയാണ് പറയുന്നത്. മനുഷ്യനെ പടച്ച് സംരക്ഷിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ഇപ്പൊ ബുദ്ധിയില്ല കൊടുക്കാത്തതുകൊണ്ടല്ല എന്നാണ് അള്ളാഹ് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. ബുദ്ധി ഉണ്ട്, പക്ഷെ അത് ആവശ്യമായ രീതിയിൽ വിനിയോഗിക്കുന്നില്ല. വേറെ ഏതിലൊക്കെ വിനിയോഗിച്ചിട്ട് അതിനെ വേസ്റ്റാക്കി കളയാണ്. അപ്പോ ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത വിജയത്തിന്റെ മാനദണ്ഡം ഭൗതികമാണ്. എന്ത് സംഭവിച്ചാലും എനിക്കിവിടെ എന്ത് കിട്ടും, അതിനുവേണ്ടി എന്തും ചെയ്യാമെന്നുള്ളതാണ്. ഈ വ്യക്തിത്വം എന്ന് പറയുന്നത് തന്നെ വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. പേഴ്സണാലിറ്റിയും പെർസോണ എന്ന് പറഞ്ഞ ഒരു ലാറ്റിൻ വാക്ക്. അതായത് ഈ നാടക നടന്മാരും നടികളൊക്കെ മുഖത്തിടുന്ന ഒരു മൂടിയാണ്. അതിനാണ് ഈ പെർസോണ എന്ന് പറയുന്നത്. അതായത് ഒരു നടൻ നടിക്കുക, അഭിനയിക്കുക എന്ന് പറയുമ്പോൾ അവനല്ലാതാവുക എന്നാണല്ലോ, വേറെ അതോ ആൾക്ക് വേണ്ടി അഭിനയിക്കുക എന്നുള്ളതാണ്. ഈ സിനിമയും സീരിയലും നാടകങ്ങളും ഒക്കെ നമ്മുടെ ഇടയിൽ വളരെ സുലഭമായ കാലമാണ്. അതുകൊണ്ട് പറയേണ്ട ആവശ്യമില്ല. ഒരാൾ അയാളായിട്ടല്ല ജീവിക്കുന്നത്, വേറൊരാളായിട്ട് ജീവിക്കുന്നു. അപ്പൊ അയാളുടെ വ്യക്തിത്വം ഇവിടെ പ്രതിഫലിപ്പിക്കാൻ ആവശ്യമായ മുഖഭാഗം ഉണ്ടാകുന്നതിന് മുഖത്തിൽ മാറ്റം ഉണ്ടാവണം. ഇന്നിപ്പോ മേക്കപ്പ് ഇട്ടാൽ മതി. ആരെയും ഇങ്ങനെ ഒരു 17 വയസ്സുകാരനെ 71 വയസ്സുകാരനായിട്ട് അഭിനയിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ടെക്നോളജി അത്രയും ഡെവലപ്പ്. പണ്ട് കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഓരോന്നിനും ഓരോ മുഖംമൂടി, കുറച്ച് തിരിപ്പനൊക്കെ കൂടെ വെച്ചിട്ട് പെണ്ണിന്റെ മുഖം കൂടിയിട്ട് ആണിനെ അഭിനയിപ്പിക്കുന്ന ഒരു കാലഘട്ടവും പണ്ട് കടന്നുപോയിട്ടുണ്ട്. ഈ സാധനത്തിന് പെർസോണ എന്ന് പറയും, ആവരണം. അപ്പൊ അതിൽ നിന്നാണ് പേഴ്സണാലിറ്റി വന്നത്. അപ്പൊ യൂറോപ്യന്റെ വ്യക്തിത്വ ചിന്താഗതി എങ്ങോട്ട് പോകുമെന്ന് നമുക്ക് അതിന് മനസ്സിലാക്കാൻ സാധിക്കും. ഖുർആൻ പഠിപ്പിക്കുന്ന ശഖ്സിയത്ത് അത് വേറൊരു കോലത്തിലാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിജ്ഞാനത്തിന്റെയും വിശ്വാസത്തിന്റെയും അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്ന സവിശേഷമായ ചിന്തയും അതുപോലെ അവന്റെ മനോകായിക ചലനങ്ങളും അതിന്റെ ഒരു ആന്തരിക ചോദനയാണ് യഥാർത്ഥത്തിൽ വ്യക്തിത്വം എന്ന് പറയുന്നത്. ലേശം കടുപ്പാണ് ഡെഫിനിഷനൊക്കെ, പക്ഷെ മനസ്സിലാക്കിയാൽ വളരെ എളുപ്പവുമാണ്. അപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല വ്യക്തി എങ്ങനെ പെരുമാറും അതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ആഴ്ച കുറേ സംഗതികൾ പറയുണ്ടായി. ആഗോളാടിസ്ഥാനത്തിൽ ആധുനിക ശാസ്ത്രം പഠിക്കുന്ന വ്യക്തിത്വ കാറ്റഗറി അതിങ്ങനെ തരംതിരിച്ചാൽ അത് വേറെ ചില ഗണത്തിലാണ്. ഖുർആനിൽ 3 വ്യക്തിത്വങ്ങളെ കുറിച്ച് പറയും. മനുഷ്യന്മാരെ ഖുർആൻ 3 വ്യക്തിത്വങ്ങളായിട്ട് തിരിച്ചു. അതൊന്ന് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന, കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചു, ഓർമ്മയ്ക്ക് വേണ്ടി ഒന്ന് ആവർത്തിക്കുക. ഈ പ്രപഞ്ച യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന സത്യവിശ്വാസിയായ വിശ്വാസിയുടെ വ്യക്തിത്വം, ശഖ്സിയത്തുൽ മുഅ്മിൻ, വിശ്വാസിയുടെ വ്യക്തിത്വം. ഇനി സ്വാതന്ത്ര്യമുണ്ട് വിശ്വാസത്തിൽ. ഒമൻ ശാഅ യൗമൻ ഒമൻ ശാഅ യക്ഫുർ. ഇഷ്ടമുള്ളവന് വിശ്വസിക്കാം, ഇഷ്ടമുള്ളവന് നിഷേധിക്കാം. ലാ ഇക്റാഹ ഫിദ്ദീൻ, ഒരു നിർബന്ധമില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ച ഈ ദീനിന്റെ ഒരു പ്രത്യേകത. ആരെ നിർബന്ധിച്ച് ചെയ്യിക്കേണ്ട ഒരു സംഗതിയല്ല. ദീനിൽ ആളെ കൂട്ടിയിട്ട് സംഘം ചേർന്ന് വലിയ ആളായി കാണിക്കാനൊന്നും യഥാർത്ഥത്തിൽ ദീനിന്റെ ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല, പ്രവാചകന്മാരോടും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ മനുഷ്യന്മാർ അനുയായികളായിട്ടുള്ള പ്രവാചകന്മാരുണ്ട്. പരലോകത്ത് ഓരോരുത്തരെ ഹാജരാക്കുന്ന ഒരു രംഗം വിശദീകരിക്കുന്ന സുദീർഘമായ ഒരു ഹദീസുണ്ട്. ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോവുക, അതിന്റെ പിന്നിൽ ഉമ്മത്ത് റസൂൽ നമ്മളായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഓരോ പ്രവാചകന്മാരെ അങ്ങനെ നിർത്തും. അതിൽ ചില ആളുകൾ ഒരു പ്രവാചകന്റെ കീഴിൽ 6 ആള്, ചില പ്രവാചകന്റെ കൂടെ 2 ആള്, ചില പ്രവാചകന്മാരിങ്ങനെ കുനിഞ്ഞു നടത്തുന്ന, ഒരാളെയും ജീവിതത്തിൽ അനുയായിയായി കിട്ടാത്ത പ്രവാചകന്മാരും ഉണ്ടായിട്ടുണ്ട്. നോഹ് നബിയുടെ കഥ നമുക്കറിയാം. ഒരു വലിയ ജനസമൂഹത്തിലാണ് അദ്ദേഹം പ്രബോധനം ചെയ്യാമെന്നത്. കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും ജനങ്ങൾ അധികം ആളുകൾ വിശ്വസിച്ചില്ല. അവസാനം മാക്സിമം നമ്പർ 40, 12 മുതൽ 40 വരെ എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. കപ്പലിൽ കയറാണ്ടായിരുന്നത്.
പിന്നെ അവിടെ നിന്നാണ് മനുഷ്യ സമൂഹം പിന്നെ ഈ ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടായത്. അതുപോലെ പല പ്രവാചകന്മാർക്കും ആളെ തന്നെ കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പ്രവാചകന്മാരെ നിരാശപ്പെടുന്ന പ്രശ്നമില്ല. കാരണം ഇതൊരു യാഥാർത്ഥ്യം പറഞ്ഞു കൊടുക്കുക എന്നുള്ളതല്ലാതെ അംഗീകരിപ്പിക്കുക, നിർബന്ധിച്ച് അംഗീകരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം. അപ്പൊ അതുകൊണ്ട് സത്യവിശ്വാസം ഒരാളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി നൽകപ്പെട്ടിട്ടുണ്ട്. ഈമാനുൽ ഫിത്ര. അത് ഊന്നിക്കൊണ്ട് വിശ്വാസം വികസിപ്പിക്കാനോ അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് സ്വന്തം തോന്നിയാസങ്ങളനുസരിച്ച് ജീവിക്കാനോ ഒരാൾ സ്വാതന്ത്ര്യത്തിനുണ്ട്. അത് അക്രമമാണ്. അക്രമക്ക് ഇന്നതാണ് എന്നുള്ളതാണ്. ആ അക്രമം കാണിക്കുന്നവരുടെ ശഖ്സിയത്തുൽ മുഅ്മിൻ, പേഴ്സണാലിറ്റി ഓഫ് എ ഡിസ്ബിലീവർ, ഒരു കാഫിറിന്റെ വ്യക്തിത്വം എങ്ങനെയാണ്? നിങ്ങൾ ഖുർആൻ എടുത്തു ചോദിച്ചു, ഒരുപാട് സ്ഥലത്ത് പറയുന്നത് കാഫിർ അങ്ങനെ പെരുമാറുക, എങ്ങനെ പെരുമാറുക. ഇനി രണ്ടുമല്ലാത്ത അപകടകരമായ വ്യക്തിത്വം, അത് കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചാൽ മുനാഫിഖിന്റെ വ്യക്തിത്വം. വിശ്വാസികളെ കാണുമ്പോൾ ഞങ്ങൾ വിശ്വാസികളാണ് പറയും, നിഷേധികളെ കാണുമ്പോൾ ഞങ്ങൾ നിങ്ങളെ പുറത്തിലാണ് പറയും. അവരുടെ പെരുമാറ്റ രീതികൾ, നല്ല ആകർഷകമായ സ്വഭാവം. ഇപ്പൊ വ്യക്തിത്വം എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് നല്ല നല്ല മങ്ങിയായിട്ട് ഡ്രസ് ചെയ്ത, നല്ല ഷേവൊക്കെ ചെയ്ത് ക്ലീൻ ഷേവൊക്കെ ചെയ്ത് റെഡിയാക്കി അപ്പിയറൻസ്, അതല്ല യഥാർത്ഥ വ്യക്തിത്വം എന്ന് പറയുന്നത്. വ്യക്തിത്വത്തെ ഈ അപ്പിയറൻസ് ബാധിക്കുമെന്നുള്ളത് വേറെ വിഷയമാണ്. പക്ഷെ അതല്ല വ്യക്തിത്വം. നല്ല കാണാൻ നല്ല ചൊറുക്കും ചന്തവും നല്ല ആകർഷകമായി സംസാരിക്കുന്നില്ല. പക്ഷെ സംസാരം കൊണ്ട് വന്നു കഴിഞ്ഞാൽ, പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ കൊളാവും, ആകനാശം. വിശ്വസിച്ചാൽ വഞ്ചിക്കും, അതുപോലെ തന്നെ തെറ്റിയ ചീത്ത പറയും, വാക്കു പറഞ്ഞാൽ പാലിക്കൂല. അങ്ങനെയുള്ളൊരു വ്യക്തിത്വം. അതായത് അവരെ കണ്ടാൽ നല്ല അജിസ്രാമുഖമെന്നാണ്. അവരുടെ ആകാര സ്പഷ്ടമൊന്നിനെ ചിലപ്പോ അത്ഭുതപ്പെടുത്തി കഴിക്കും. നല്ല വ്യക്തിത്വം ആയിട്ട് നമുക്ക് തോന്നും. പക്ഷെ അവരാണ് യഥാർത്ഥത്തിൽ സത്യത്തിന് ശത്രുക്കൾ. അതുകൊണ്ട് അവരെ സൂക്ഷിക്കുക. ഖുർആനിൽ അതായത് വ്യക്തിത്വം, മുനാഫിഖിന്റെ വ്യക്തിത്വം എന്താണെന്ന് പറയുന്നത്. നമ്മൾക്ക് ഈ മുനാഫിഖിന്റെ വ്യക്തിത്വം കേട്ടാലും വലിയ ചലനം ഉണ്ടാവില്ല. പക്ഷെ അബൂബക്കറിനും ഉമറിനും ഉസ്മാനും അലിക്കും, അതുപോലെ തന്നെ തൽഹയ്ക്കും സുബൈറിനും ഹംസയ്ക്കും ഒക്കെ അത് കേട്ടിട്ട് പേടിയായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുനാഫിഖുകളുടെ ലക്ഷണങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുമ്പോ ഓരോരുത്തരും പേടിയായിട്ട്, ബേജാറായിട്ട്. ഒരു ദിവസം ഹംസല റളിയല്ലാഹു റോഡിലൂടെ വിളിച്ചോണ്ട് ഹംസല മുനാഫിഖായി പോയി വിളിച്ചോണ്ട് ഓടുക. അപ്പൊ വഴിയിൽ വെച്ച് അബൂബക്കർ കണ്ടു. എന്താണ് മുനാഫിഖ് ആയെന്ന് പറയുന്നത്? ഹംസലക്ക് എന്താ പറ്റിയത്? അല്ല, നമ്മൾ റസൂലിന്റെ അടുത്തിരിക്കുമ്പോ ആ കാര്യങ്ങളൊക്കെ കേട്ട് അള്ളാഹുവിനടുത്ത് ഭയങ്കരമായ ശ്രദ്ധയുള്ള, സൂക്ഷ്മതയുള്ള നല്ല മുത്തഖികളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോ വേറെയാണ് നമ്മുടെ ചിന്താഗതി, പ്രവൃത്തിയും വേറെയാണ്. അപ്പൊ ശരിക്കും മുനാഫിഖായി പോയില്ലേ? എന്നാലും ഞാനും അങ്ങനെ തന്നെയാണല്ലോ എന്ന് അബൂബക്കർ. രണ്ടാളും കൂടെ റസൂലിനെടുത്തിരുന്നു. സംഗതി പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് സംഭവം. അത് മുനാഫിഖിന്റെ വ്യക്തിത്വമല്ല. എന്റെ അടുത്ത് ഇരിക്കുന്നത് പോലെ നിങ്ങൾക്ക് എപ്പോഴും പെരുമാറാൻ കഴിഞ്ഞാല് നിങ്ങളുടെ ബെഡ്റൂമിൽ പോലും നിങ്ങളെ മലക്കുകൾ വന്ന് ഹസ്തദാനം ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവണ്ടെന്നല്ല, അത് പൂർണ്ണമായും നിങ്ങൾക്ക് സാധ്യമാവില്ല. നിങ്ങൾ അതിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഓരോ സന്ദർഭത്തിലും സത്യവിശ്വാസികൾ ആ സത്യവിശ്വാസ വ്യക്തിത്വത്തിൽ നിന്ന് മുനാഫിഖിന്റെ വ്യക്തിത്വത്തിലേക്ക് മാറിപ്പോയിട്ടുണ്ടോ എന്ന് ചിന്തിച്ചാലോചിച്ച് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്നതാണ് അതിൽ നമുക്ക് പഠിക്കുന്നത്. ആ ഹദീസും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സംഗതി നമ്മൾ പെരുമാറുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ അതിൽ ചില കാപട്യം ഉണ്ടോ, എന്നാൽ എനിക്ക് വേണ്ട എന്ന് നമുക്ക് തീരുമാനിക്കാനുള്ള കഴിവാണ്. അപ്പൊ ആധുനിക ശാസ്ത്രം വളരെ ഗൗരവത്തിൽ പഠിക്കുന്ന വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സംഗതി. ഇനി മനുഷ്യന്റെ മനസ്സിന്റെ ചലനങ്ങളുമായി ബന്ധപ്പെട്ടാണ് അവന്റെ വ്യക്തിത്വ വികാസവും വ്യക്തിത്വ പ്രകടനവും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ അത് വളരെ ക്ലിയർ ആയിട്ട് 3 തരത്തിലുള്ള വ്യക്തിത്വങ്ങളാണ് മനുഷ്യരിലുണ്ടാവുക. അത് എത്രയോ കാലം മുമ്പ് അത് പറഞ്ഞത്. പക്ഷെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് പഠിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വേറെ കാര്യമാണ്. അപ്പൊ അതിൽ സത്യവിശ്വാസ വ്യക്തിത്വത്തിന്റെ ചില ലക്ഷണങ്ങളാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. അവരെ സംബന്ധിച്ചിടത്തോളം അവര് ഭൂമിയിലൂടെ നടക്കുമ്പോൾ വിനയാനിതനായി നടക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞു. ആ വിനയം എളിമത്വമാണ്, അഹങ്കാരമില്ലായ്മയാണ്. അതിന്റെ കുറച്ച് ആയത്തുകളും ഹദീസുകളൊക്കെ സൂചിപ്പിച്ചു. അവര് ഏത് സമയവും അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത്. ആ എളിമത്വം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി, എനിക്ക് കഴിവില്ല, കഴിവുള്ളവന്റെ ഒരടിമയാണ് ഞാൻ. അവൻ ഇങ്ങനെ നിയന്ത്രിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഭൂമിയിലൂടെ ശ്വാസം കഴിച്ച് നടക്കുന്നത്.
അതുകൊണ്ട് ഞാനൊരു നന്ദിയുള്ള അടിമയായിരിക്കണം. ഞാൻ ആഗ്രഹിച്ചിട്ടോ അപേക്ഷ കൊടുത്തിട്ടോ അല്ല എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹങ്ങളൊക്കെ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ കഴിവിന്റെ പരമാവധി അവനെ സ്മരിച്ചുകൊണ്ടിരിക്കണം. സ്മരണ ഏറ്റവും വലിയ നമസ്കാരമാണെന്ന് പറയും. അതുകൊണ്ടാണ് ഈ പാതിരാത്രി മനുഷ്യന്മാരെല്ലാവരും ഉറങ്ങുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ നമസ്കരിച്ച് കാലിൽ നീരടിച്ചത്. നമ്മളൊരു വിഭാഗം തന്നെ ഒരു വലിയ സംഗതിയായിട്ട് എടുത്തുകൊണ്ട് പറയും, അല്ലാഹുവിന്റെ റസൂൽ കാലിൽ നീരടിക്കുന്നവരെ എന്താ ഒരു നന്ദി രേഖപ്പെടുത്താനുള്ള ശ്രമത്തിനിടയിൽ വിജയിക്കാതെ അങ്ങനെ വിജയിച്ചു എന്ന് ഉറപ്പുവരുത്താത്തതുകൊണ്ടാണ് ചെയ്ത് കാലിൽ നീരടിച്ചത്. അല്ലാഹുവിന്റെ റസൂലിനെ പോലെ സൗഭാഗ്യം ലഭിച്ച ഏതെങ്കിലും ഒരു സൃഷ്ടി ഈ ഭൂമുഖത്തുണ്ടോ? അത് റസൂലിനെ നന്നായി എന്ന് മനസ്സിലായി. അപ്പൊ അതിന് നന്ദി രേഖപ്പെടുത്താൻ എന്തെല്ലാം ചെയ്യണം? അപ്പൊ അതുകൊണ്ട് 17 വയസ്സുകാരിയായ ഭാര്യ തൊട്ടടുത്തുള്ളപ്പോ പ്രത്യേകിച്ച് തണുപ്പുള്ള രാത്രികളിൽ പലപ്പോഴും അല്ലാഹുവിന്റെ റസൂൽ അവരെ വിട്ടിട്ട് സുജൂദിലായി കിടക്കുന്ന രംഗങ്ങൾ വളരെ ആ ബന്ധമെന്ന് പരിശോധിച്ചൊക്കെ മനസ്സിലാവും. ഒരിക്കൽ ആയിഷയോട് ചോദിച്ചേ, അല്ല ആയിഷ, നീ എന്നെ വിവാഹത്തിൽ എടുക്കാൻ സമ്മതിക്കൂലേ? നീ ഇപ്പോഴും തമാശ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. അതിൽ ഒരുപാട് അർത്ഥമുണ്ട്, അതിൽ മനസ്സിലാക്കണം. വളരെ ആഴങ്ങളിലുള്ള അർത്ഥമുണ്ട് എന്നുള്ള. അല്ലാഹു റസൂലിനെ പരീക്ഷിച്ച് ചില്ലറയൊന്നുമില്ല. ഒരു 10, 40, 50 വയസ്സായ കൂടെയുള്ള ഇണയാണെങ്കിൽ ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, പ്രത്യേകിച്ച് താല്പര്യങ്ങൾ അങ്ങനെ അമർ ചെയ്യപ്പെട്ട ഒരു കാലമാണ്. ഇത് അങ്ങനെയല്ല. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം 60, 62, 63, 64 വയസ്സ് എന്നൊക്കെ പറയുന്നത് വീണ്ടും റീ എനർജൈസ് ചെയ്യുന്ന, പ്രത്യേകിച്ച് സെക്ഷൽ ഇതൊക്കെ റീ എനർജൈസ് ചെയ്യുന്ന കാലഘട്ടമാണ്. ആ പ്രായത്തിലുള്ള ആളുകൾക്ക് അറിയാം. ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ഇങ്ങനെ ഫെഡായിട്ട് പിന്നെ രണ്ടാമത് വീണ്ടും റീ എനർജൈസ് ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും. ആ സന്ദർഭത്തിലാണ് ഏറ്റവും ഒരു കൗമാര പ്രായക്കാരെ കൂടെ. എന്നിട്ട് അതവിടെ മാറ്റി നിർത്തിയിട്ട് അല്ലാഹുവിനോട് വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ, എന്നിട്ട് അല്ലാഹു ഒരു അത്തരം ആളുകൾ, അത്തരം വ്യക്തിത്വമുള്ള ആളുകൾ അവരുടെ രാവുകൾ അല്ലാഹുവിനെ കുമ്പിട്ടും അതുപോലെ തന്നെ സുജൂദിനും കഴിച്ചു കൂട്ടുന്നവരാണ്. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് മോഡൽ ഐഡിയൽ പേഴ്സണാലിറ്റി ആരാന്ന് ചോദിച്ചാൽ ലഖദ് ഖാല ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾ ഉത്തമമായ മാതൃകങ്ങളെ പ്രവാചകനിലാണുള്ളത്. അതുകൊണ്ട് നിങ്ങൾ അത് നോക്കി പഠിച്ചുകൊള്ളതാണ്. ഓരോ ചലനവും അവിടെ അതൊക്കെ ഡിനയണം എന്നല്ല പറഞ്ഞത്. അതെല്ലാം ഉള്ളപ്പോൾ തന്നെ അതിനൊക്കെ നിയന്ത്രിച്ച് നിർത്താനുള്ള മാനസികമായ ഒരു തന്റെ ഇടം ശക്തി ഈ ഉത്തമ വ്യക്തിത്വത്തിന് ഉണ്ടാവണം. അത് മനസ്സിലാക്കി കൊടുക്കാനുള്ള കഴിവും അത് മനസ്സിലാക്കാനുള്ള സംവിധാനവും ഒക്കെ ഉണ്ടായി. അത് നമ്മുടെ മുന്നിൽ ജീവിച്ചു പോയ ഒരു മഹാചരിത്രമാണ്. അവർ എത്രയോ 17 വയസ്സ് 18 വയസ്സിന്റെ കാലഘട്ടം. പിന്നെ 71 വയസ്സിലാണ് ആയിഷ മരിച്ചു പോകുന്നത്. ഒരുപാട് അനുഭവങ്ങൾ റസൂലുമായിട്ടുള്ള സ്വകാര്യ ജീവിതത്തിന്റെ അനുഭവങ്ങൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിന്റെ വളരെ മർമ്മപ്രധാനമായ ഒരുപാട് സംഗതികൾ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഈ പഠനം ഈ സമൂഹത്തിലെത്തിക്കാൻ അല്ലാഹുവിന്റെ യുക്തി ഭയങ്കരമാണെന്നുള്ളതാണ്. പ്രവാചകന് പരീക്ഷണമാണ്, പ്രവാചകന് സവാബെടുക്കലാണ്, പ്രവാചകന് മാതൃകയാണ്. നമുക്ക് കാലിൽ നീരടിക്കുന്നവർ നമസ്കരിച്ചു എന്ന് നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നാ പോരാ, അത് അനുധാവനം ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചിന്തിക്കാനും ആലോചിക്കാനുമുള്ള ഒരു ചൂണ്ടുവരകയും കൂടെയാണ് എന്നുള്ളതാണ്. വളരെ അങ്ങനെ വ്യക്തിത്വ വികാസം ഏത് പോലെ ലേശം കഷ്ടപ്പെട്ടാലേ നല്ല വ്യക്തിയാവുള്ളൂ. ലേശം ബുദ്ധിമുട്ടി മനസ്സിലാക്കിയാലേ ഒരു നല്ല മാന്യമായ വ്യക്തിത്വം ഉണ്ടാവുള്ളൂ. ആ മാന്യമായ വ്യക്തിത്വത്തിന്റെ ഉത്തമമായ ഉദാഹരണം മോഡൽ ഐഡിയൽ പേഴ്സണാലിറ്റി എടുത്തുള്ള സ്ഥാനത്തെ കാണിക്കുക. അപ്പൊ അത്തരം ആളുകളെ സംബന്ധിച്ച് ഒരുപാട് സംഗതികൾ പറഞ്ഞു. അവർ അനാവശ്യ വാഗ്ദാനങ്ങളിലൊന്നും പോകുന്നില്ല. ആരെങ്കിലും വാക്ക് നിർക്കൊണ്ടാകണം പോവാണ് എന്ന് പറഞ്ഞു പോകുന്ന ഒരു സ്വഭാവം ആ മാന്യതയിൽപ്പെട്ടതാണ്. അവരുടെ പൈസ ഉണ്ടാവും, നല്ല കൊടുത്താണല്ലോ പൈസ. ചിലർ കൊടുത്തിട്ടുണ്ടാവും, ചിലർ കൊടുത്തിട്ടുണ്ടാവില്ല. പൈസ നഷ്ടപ്പെട്ടാൽ അവര് ചെലവഴിക്കുമ്പോഴും അതിങ്ങനെ താമതവുമാക്കി ദൂർത്തടിക്കൂല. ചെലവഴിക്കാതെ പെരടിയിൽ കൈയും കെട്ടി പിശുക്ക് കാണിക്കുകയില്ല. മാന്യമായ നിലയിൽ ചെലവഴിക്കും. ഒരു ജീവിതത്തെ ചിട്ടയോടുകൂടി കൊണ്ടുപോകാൻ എല്ലാത്തിനും ഒരു അറേഞ്ച്മെന്റ് വേണം. എത്ര വലിയവനായിരുന്നാലും അവന്റെ സ്പെൻഡിങ് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നശിച്ചു പോകുന്നുള്ളതാണ്, ഒരു സംശയമില്ല. കച്ചവടക്കാർക്ക് അറിയാം. വരുമാനം എത്ര ഉണ്ടായാലും ചെലവിനെ സംബന്ധിച്ചിടത്തോളം വളരെ കർക്കശമായ ഒരു സമീപനം ഉണ്ടായിരുന്നില്ല. ഉൽപാദനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഉപഭോഗത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു വളരെ ആഴത്തിലുള്ള എക്കണോമിക്സ് ആണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്.
ഉൽപാദനത്തിന് അവിടെ കണ്ടീഷൻ ഉണ്ട്, ഇഷ്ടം പോലെ ഉൽപാദിക്കുന്നു. നാളെ ഖിയാമമാണെങ്കിൽ ഇന്നൊരു ഒരുത്തുണ്ടെങ്കിൽ അത് ഭൂമിയിലിട്ട് മുളപ്പിച്ചോട്ടെ എന്ന് പറയുന്ന ഇത്രയും വളരെ ആകർഷകമായ ഉൽപാദന പ്രക്രിയക്കുള്ള പ്രോത്സാഹനം വേറൊരു സ്ഥലത്തും കാണാൻ പറ്റില്ല. പക്ഷെ ഉപഭോഗം നടത്തുമ്പോ കുടിക്കാനും തിന്നാനും ഒക്കെ പറയുമ്പോ വലാത്ത ശരീരം വലാത്തുപത്തിരും 2 വാക്കുകളെ പറ്റി. അമിതമാവരുത്, അതിനേക്കാൾ അധികമാണ് ധൂർത്താവരുത്. എപ്പോഴും നിങ്ങൾ മിതവ്യയം ശീലിക്കുക. അത് എല്ലാ തരത്തിലും, പണത്തിന് മാത്രമല്ല, ഏത് ഉപഭോഗത്തിലും മിതവ്യയം ശീലിക്കുന്ന മാന്യതയുടെ ഒരു സംസ്കാരമാണ്, വ്യക്തിത്വത്തിന്റെ അടയാളമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അത്തരം ആളുകൾ അള്ളാഹുവാണ് ഇതൊക്കെ തന്നത് എന്നുള്ള ബോധമുള്ളത് കൊണ്ട് അള്ളാഹുവിനോട് മാത്രമേ അവലംബിക്കുള്ളൂ. അവർ കൊലപാതകം നടത്തൂല, വിജയിക്കാൻ പോകില്ല എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അഥവാ മനുഷ്യന്മാരങ്ങനെ സംഭവിച്ചു പോയാൽ തൗബ ചെയ്താൽ അവനെ രക്ഷിച്ചു തരാം, അവന്റെ തിന്മകൾക്ക് പകരം നന്മ തരാം എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി പ്രധാനപ്പെട്ട വല്ലദീനലായ യശ്ഹദൂന സൂറ, അതായത് കള്ളസാക്ഷ്യം നൽകൂല, വ്യാജത്തിന് സാക്ഷ്യം നൽകൂല. വളരെ വലിയൊരു പ്രശ്നമാണ്. നമ്മൾ ഒരുപാട് സത്യവാങ്മൂലങ്ങൾ നടക്കാറുണ്ട്. ഈ പ്രസ്താവന ഇത് എന്റെ അറിവിലും വിശ്വാസത്തിലും പെട്ടിടത്തോളം ശരിയാണെന്ന് ഇതിനാൽ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. സാക്ഷി ഒപ്പിടനോടും സാക്ഷി എടുക്കുന്നവനും ഇനി ആലോചിച്ചു. ഞാൻ എന്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഇവിടെയെല്ലാം അങ്ങനെ കൊടുക്കുന്നു നമ്മൾ. അത് ലേശം ഗൗരവത്തിൽ ആലോചിച്ചാൽ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ എല്ലായിടത്തും കൊടുക്കണം, പണ്ടത്തെ പോലെയല്ല. ഇപ്പൊ ബാങ്കിലും കൊടുക്കണം, മറ്റത്തും കൊടുക്കണം, എല്ലായിടത്തും കൊടുക്കണം സാക്ഷ്യം. അപ്പൊ കള്ളസാക്ഷ്യം പറ്റൂല, അത് മാന്യതയുടെ ലക്ഷണമല്ല. ഒരു സർക്കാരിന് കള്ളസാക്ഷ്യം ആളുകളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റാത്ത നിയമങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. ട്രാൻസ്പാരന്റ് ആയിരിക്കും. എന്താ ട്രാൻസ്പാരന്റ് ആയുള്ളത്? ഒരു ഭരണകൂടത്തിൽ ട്രാൻസ്പാരന്റ് ആയ എന്തെങ്കിലും സംഗതി ഉണ്ട് ഇവിടെ? എല്ലായിടത്തും മറിമായാണ്, എല്ലായിടത്തും തട്ടിപ്പാണ്, എല്ലായിടത്തും വെട്ടിപ്പാണ്. അത് തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ലീഗലൈസ് ചെയ്തിരിക്കുന്ന ഒരു രീതിയാണ്. ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് ആധുനിക ലോകത്തിലെ മനുഷ്യന്മാർ ചിന്തിക്കുന്നത്. അത് മോശമായ വ്യക്തിത്വത്തിന്റെ, കാപട്യ വ്യക്തിത്വത്തിന്റെ തെളിവാണ് എന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇത് ജനങ്ങളെ പറഞ്ഞു പഠിപ്പിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത്. എന്നിട്ട് അനാവശ്യ വൃത്തികൾ, ശരിക്കും പറഞ്ഞാൽ വിനോദങ്ങൾ എന്നാണ്. അതിൽ കവിഞ്ഞ വിനോദങ്ങൾ ഉണ്ടാവും, ആവശ്യമായ വിനോദങ്ങൾ ഉണ്ടാവും, അനാവശ്യ വിനോദങ്ങൾ ഉണ്ടാവും. ഇപ്പൊ നമുക്കൊരു ഗാംബ്ലിംഗ് ഉണ്ട്, പല സ്ഥലത്ത് ഈ അമ്പലപ്പറമ്പിലുള്ള കളി, മറ്റു പലതും ഉണ്ടാവും. അതുപോലെ തന്നെ പല തരത്തിലുള്ള വിനോദങ്ങൾ, സത്യവിശ്വാസത്തിൽ നിന്ന് തെറ്റിക്കുന്ന, മനുഷ്യ മനസ്സിനെയും ചിന്തയും തെറ്റിക്കുന്ന ഏത് തരം വിനോദവും. അത്തരം വിനോദങ്ങൾ നടക്കുന്നതിന്റെ ഇടയിലൂടെ നടന്നു പോകാൻ നിർബന്ധിതമായ ഒരു അവസ്ഥ ഉണ്ടായാൽ അവർ അതിലൊന്നും പങ്കെടുക്കാതെ മാന്യരായി നടന്നു പോകുന്ന, അവന്റെ ചിന്താഗതി എങ്ങനെയാണ്? കാരണം അവന്റെ പ്രവൃത്തി വരുന്നത് അവന്റെ തോട്ടിൽ നിന്നാണ്, ചിന്തയിൽ നിന്നുമാണ് ആശയം ഉണ്ടാവുന്നത്. അങ്ങനെയാണ്, ആ വ്യക്തിത്വമാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വല്ലദീന ഇദാ ദുഖിറൂ ബിആയാതി റബ്ബിഹിം ലം യഖറൂ അലൈഹാ സുമ്മൻ വഅമിയാന. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ എന്ന് പറഞ്ഞു കേൾപ്പിച്ചു കഴിഞ്ഞാല് അതാണ് നമ്മൾ കണ്ടുമുക്കില്ല എന്ന് പറയും. ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും ബദിരരും മന്ധരുമായി ഒന്ന് നോക്കിക്കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ സാരമില്ല എന്ന് പറയുന്ന രീതി നമ്മുടെ അവനസ്. ഖുർആനിൽ ഹദീസിൽ ഇത്തരം സംഗതികൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ താല്പര്യങ്ങൾക്ക് യോജിച്ചില്ലെങ്കിൽ ഉടനെ കഴിയും, നമ്മുടെ താല്പര്യങ്ങൾക്ക് യോജിച്ചാൽ അത് ഉടനെ നമ്മൾ എടുക്കും. ഇതാണ് പൊതുവെ ഉള്ളൊരു സമയം. ഒരാൾക്കൊരു സംഗതി തോന്നി, അത് ഖുർആനും ഹദീസിനും എതിരാണെങ്കിൽ അത് കളയാനല്ല എന്ന് തോന്നാ, അത് ന്യായം കണ്ടുപിടിക്കും. അതാണ് ആധുനിക ജീവിതത്തിന്റെ ഒരു പ്രത്യേകത. കാരണം ചിന്താഗതി എങ്ങനെയാണ്, എല്ലാം ബേസ്ഡ് ഇവിടെയാണ്. ഭൗതികമായ നഷ്ടം വരാത്ത നിലയിലാണ് കാര്യങ്ങൾ. എന്റെ ആരോഗ്യത്തിന് പ്രശ്നം പറ്റാൻ പാടില്ല, എന്റെ ധനത്തിന് പ്രശ്നം പാടില്ല, എന്റെ കുടുംബത്തെ ബാധിക്കാൻ പാടില്ല, എന്റെ ഒന്നിനെയും ബാധിക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു സംഗതി ഖുർആനിലോ ഹദീസിലോ പറഞ്ഞാൽ അവരെ അത് യഥാർത്ഥത്തിൽ ഒന്ന് നല്ലോണം ആലോചിച്ച് ഇരുത്തി മനസ്സിലാക്കുന്ന ഒരു വിഭാഗമായിരിക്കും. അല്ലാതെ അതിനെ അന്ധമായി എതിർക്കുന്ന ആളുകളാവില്ല. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്നിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അവരുടെ പ്രാർത്ഥന എങ്ങനെയായിരിക്കും എപ്പോഴും? ഞങ്ങളുടെ സന്താനങ്ങളും ഭാര്യ സന്താനങ്ങളും, ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും പറഞ്ഞാൽ മൊത്തം കുടുംബം കാണാൻ,
നിങ്ങൾ കൺകുളിർമ നൽകണേ തമ്പുരാനെ എന്നാണ്. വല്ലാത്തൊരു വാക്കാണ് കൺകുളിർമ നൽകുക എന്നുള്ളത്. ഈ കുടുംബത്തിലെ ഒരു സന്തോഷം, ആശ്വാസം, സമാധാനം, അവർ തമ്മിലുള്ള പ്രത്യേകിച്ച് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള മനപ്പൊരുത്തം, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി കൊടുക്കണം. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങളുടെ ഇടയിൽ സ്നേഹവും കാരുണ്യം സ്ഥാപിച്ചു തന്നത് അല്ലാഹുവാണ്. അത് നിങ്ങൾക്ക് അനുഭവിക്കണമെന്നത് അല്ലാഹുവിനോട് തന്നെ ചോദിക്കണം. അല്ലാതെ നമ്മൾ അങ്ങനെ സ്നേഹിച്ചോളാൻ കുറെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ട് സ്നേഹിച്ചോളാൻ അങ്ങനെ നടക്കുന്നില്ലല്ലോ. ഈ സ്നേഹം എന്ന് പറയുന്നതാണ് ഭൂലോകത്ത് അല്ലെങ്കിൽ നമ്മൾ മനുഷ്യനറിയുന്ന ഏറ്റവും ശക്തമായ വികാരം. അത് നമുക്കുണ്ടാക്കാൻ പറ്റിയൊരു സംഗതിയല്ല, ആർക്കും ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. അത് അല്ലാഹു ഹൃദയത്തിൽ നിക്ഷേപിക്കണം. അത് നിക്ഷേപിച്ചാലേ ലഭ്യമാവുള്ളൂ. അതിന് അല്ലാഹുവിനെ തന്നെ സമീപിക്കണം. അല്ലാഹുവിനെ സമീപിക്കാത്ത ആളുകൾക്ക് സ്നേഹം ഉണ്ടാവില്ലേ ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആളുണ്ടാവും. അടുത്തു നോക്കും പറയാം, ഉണ്ണിയെ കണ്ടാൽ ഒന്നിലൊക്കെ ഊരിലപ്പഞ്ച് അറിയാന്ന് പറയുമ്പോൾ ചിലരെ കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രയാണ് കുടുംബത്തിൽ അടുത്തു. പല ആളുകളെ സംബന്ധിച്ചിടത്തോളം കുടുംബം ഒരു വല്ലാത്തൊരു ടങ്ങേറ് പിടിച്ച ഒരവസ്ഥയിലുള്ളത്. വീട്ടിൽ പോകാതെ ഇങ്ങനെ റെസ്റ്റോറൻറ്റ് അവിടെ ഇറങ്ങി പള്ളിയിൽ പോയി, അവിടെ പോയി, ഇവിടെ പോയി, പള്ളിയിൽ പോയി, ലൈബ്രറിയിൽ പോയി, ഇങ്ങനെ സമയങ്ങളിൽ എന്താണോ ഓൺലി അവിടെ ചെന്ന ഓള ഒരു വേദം സഹിക്കാൻ പറ്റില്ല. ഇതിപ്പോ വർക്കിന് സമയമായ പോയാൽ തിന്നിട്ട് കിടന്നാതെ എത്ര കേസുകൾ. അല്ല പറഞ്ഞ് നിങ്ങൾക്ക് സ്നേഹവും കാരുണ്യവും സ്ഥാപിച്ചു ചെയ്യും. പക്ഷെ ഇവിടെ കഴിവിന്റെ പരമാവധി അവിടെ നിന്ന് അകന്നു നിൽക്കാനുള്ള വിദ്യകൾ നോക്കുന്ന എത്ര കുടുംബങ്ങളാണ്. ആ റഹ്മത്ത് അവിടെ നിന്ന് ഊരിപ്പോയിരിക്കുന്നു. കാരണം രക്ഷിതാവിനോടുള്ള ആ കടപ്പാട്, കർത്തവ്യം, നന്ദി നമ്മൾ നിർവഹിക്കുന്നില്ല എന്നുള്ളതാണ്. കുടുംബത്തിൽ സമാധാനം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ മനസ്സ് എപ്പോഴും അല്ലാഹുവിലേക്ക് ബന്ധിച്ച് നിങ്ങൾ ഇങ്ങനെ പറയണം. അത് ഉത്തമ വ്യക്തിത്വത്തിന്റെ അടയാളമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തരം ഫർളായിട്ട് പറഞ്ഞു. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയ്യാതിനാ ഖുർറത അയ്നി വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. നിങ്ങളെ സൂക്ഷ്മതയുള്ളവരുടെ നേതാക്കളാക്കി തരണമെന്നാണ്. സാധാരണ മനുഷ്യന്മാരായി ജീവിക്കാൻ വേണ്ടി അല്ല ആഗ്രഹിക്കേണ്ടത്. ഈ സമൂഹത്തിലെ നേതാവായിരിക്കാൻ, മാതൃകയായിരിക്കാൻ, മുന്നിൽ നടന്ന് മറ്റുള്ളവരെ നയിക്കാൻ, എന്റെ കുടുംബമാവണം ഇവിടെ മോറലി ഏറ്റവും ഉത്തമമായി സമൂഹത്തിൽ നയിക്കാൻ എന്നുള്ള ഒരു ചിന്താഗതിയോടെ ഓരോ കുടുംബവും ഓരോ വ്യക്തിയും, നല്ല വ്യക്തി, നല്ല സമൂഹം. അത് പല സ്ഥലത്തും അല്ലാഹു തആല ആവർത്തിച്ച് പറഞ്ഞു. അങ്ങനെ അത് അല്ലാഹുവിനെ തന്നെ കിട്ടുള്ളൂ. റബ്ബി ഔസിഅനി, എനിക്ക് നീ പ്രചോദനം വേണം. അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർദാഹു വഅസ്ലിഹ് ലീ ഫി ദുരിയതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. ഞാൻ നിന്നോട് മടങ്ങുന്നു, അനുസരണമുള്ളവന്നു. അതുകൊണ്ട് എന്റെ കുടുംബത്തിൽ, എന്റെ മാതാപിതാക്കൾക്കും എനിക്കും നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാനും നിനക്ക് തൃപ്തിപ്പെട്ട അമൽ ചെയ്യാനും എന്റെ സന്താനങ്ങളിൽ നിന്നും അത് കുടുംബത്തിൽ നിന്നൊക്കെ നന്മ വർദ്ധിപ്പിക്കാനും ഒക്കെ എനിക്ക് നീ കഴിവ് തരണേ തമ്പുരാനെ. ഞാൻ ചെയ്യാനല്ല പറഞ്ഞത്, റബ്ബി ഔസിഇനി, എന്നെ നീ പ്രചോദിപ്പിക്കണേ തമ്പുരാനെ. എനിക്ക് സ്വയം കഴിയില്ല, എന്നെ പ്രചോദിപ്പിച്ചാലേ കഴിയുള്ളൂ. ഇത് നിർബന്ധമായും സത്യവിശ്വാസ വ്യക്തിത്വമുള്ളവർ ഈ പ്രാർത്ഥന നടത്തേണ്ടതാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയ്യാതിനാ ഖുർറത അയ്നി നമ്മൾ ഒരുപാട് സമയം കേൾക്കാറുണ്ട്. പക്ഷെ ഇത്ര ആഴം അതിനുണ്ട് എന്ന് നമുക്ക് മനസ്സിലായില്ല. ഈ നമ്മളിലെ ഉള്ളിന്റെ ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഈ സ്നേഹം അത് ചലിക്കണമെങ്കിൽ, അത് പ്രാക്ടിക്കൽ ആവണമെങ്കിൽ, പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ അനുഭൂതി നുകരണമെങ്കിൽ അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് വരണം. അപ്പൊ അതിന് അല്ലാഹു ചോദിക്കണമെന്നാണ്. അല്ലാഹുവിനോട് ചോദിച്ചാലേ തരുമെന്നല്ല പറയും. ചോദിച്ചാൽ അവസാനം പറയും. അതായത് അല്ലാഹുവിനോട് ആരെയും ചോദിച്ചില്ലെങ്കിൽ അല്ലാഹുവിന് കോപം ഉണ്ടാവും. അല്ലാഹുവിന്റെ കോപത്തിനിരയായ പിന്നെ പ്രശ്നമാണ്. അപ്പൊ വളരെ ഗൗരവത്തിൽ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയ്യാതിനാ ഖുർറത അയ്നി, എന്റെ ഭാര്യ മക്കളെ എനിക്ക് കൺകുളിർമയുള്ളവരാക്കി തരണേ. ഭർത്താവിനെയും മക്കളെയും, ഭാര്യ മക്കളെ മാത്രമുള്ളതാണ് പെണ്ണുങ്ങളായ ദ്വാരം വേണമെന്ന് വിചാരിക്കണ്ട. ഭർത്താവിനും മക്കൾക്കും അങ്ങനെ കോമൺ ആയിട്ടത് പറഞ്ഞുള്ളത്. അത്തരം പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ വ്യക്തിത്വത്തിന്റെ അനന്തരഫലം എന്താണ് എന്ന്, അതിന്റെ ആഫ്റ്റർ ഇഫക്ട് എന്താണ് എന്ന്, അതിന്റെ റിസൾട്ട് എന്താണ് എന്നുള്ള സ്മാനത്തിൽ ഉടനെ പറയും. ഉലൈക യുജ്സൗന ഖുർഫത ബിമാ സബറു വയൽഖൗന ഫീഹാ തഹിയ്യതൻ വസലാമ. അങ്ങനെ ക്ഷമ പാലിച്ചുകൊണ്ട് ഈ ഉന്നത വ്യക്തിത്വം നിലനിർത്താൻ ശ്രമിച്ച ആളുകൾക്ക് സ്വർഗ പൂങ്കാവനങ്ങളിലെ മഹോന്നത മേടകൾ. അത് നാം തഹിയ്യതൻ വസലാമ, ശാന്തമന്ത്രങ്ങളുമായി
അവരെ വരവേൽക്കാനുള്ള ഏർപ്പാടുകളെല്ലാം നാം അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഖാലിദീന ഫിഹാ, നിത്യനിവാസമാണ് അവിടെ, എറ്റർണിറ്റിയാണ് അവിടെ. അതായത് പിന്നൊരിക്കലും ഭയപ്പെടേണ്ടതില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ് കേട്ടോ. ഇതേതെങ്കിലും ഒരു അപസർപ്പക നോവലിലെ വാചകങ്ങൾ വായിച്ചുവിടുകയല്ല. എല്ലാ മനുഷ്യന്മാരും നാളെ കാണാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നാളെ എന്ന് പറഞ്ഞാൽ അടുത്ത നിമിഷം ആരും എപ്പോ മരിക്കുന്ന ആരും പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോഴ് മരിച്ചാൽ അടുത്ത നമ്മളാ പരലോകത്ത്. ഒരു സത്യവിശ്വാസം സംബന്ധിച്ചിടത്തോളം അവന്റെ മരണവും സ്വർഗപ്രവേശനവും തമ്മിൽ ഒരു പർവ്വ സംസ്കരിക്കണ അത്ര സ്പാൻ ഓഫ് ടൈം, അവന്റെ കൺസെപ്റ്റ് ഓഫ് ടൈം ഉണ്ടല്ലോ. അതായത് സമയത്തെ സംബന്ധിച്ച് അവനുണ്ടാവുന്ന സങ്കല്പം. റോഡ് പിടിച്ചാൽ ഒരു പർവ്വ സംസ്കരിക്കണ അത്ര സമയം സ്വർഗത്തിൽ. നമ്മളിവിടെ വീട്ടിൽ പോകണതിനിടയിൽ ഇവിടെ നിന്ന് മരിച്ചോളാം സത്യവിശ്വാസം സ്വർഗത്തിലെത്തുന്ന അർത്ഥം. അപ്പൊ അത് ഫിസിക്സ് പഠിച്ചാലാണ് മനുഷ്യരിക്കുന്നത് മനസ്സിലാവും. അപ്പൊ അത് വളരെ നമ്മളിപ്പോ തന്നെ പ്രവേശിക്കാനുള്ള മണിമയുടെയാണ്. അതാണ് ഉന്നത വ്യക്തിത്വത്തിന്റെ സൗഭാഗ്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുന്നത്. എന്നിട്ട് എടുത്തു പറയാം, എത്ര നല്ല പാർപ്പിടമാണ്, എത്ര നല്ല താവളമാണത് നിങ്ങൾക്കറിയോ? ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു മനസ്സിനും സങ്കല്പിക്കാൻ കഴിയാത്ത അനുഭൂതികളുടെ അനന്ത ലോകം, ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത, ഉറക്കമില്ലാത്ത, രാത്രികളില്ലാത്ത ആ ഒരു വല്ലതുമില്ല. രാത്രി എന്ന് പറയുന്നത് ഇല്ലാണ്ട് ഉണ്ടാവും, ഉറക്കം എന്ന് പറയുന്നത് അവിടെ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ അനന്തമായ ഒരു സൗഭാഗ്യത്തെ കുറിച്ച് ചിന്തിക്കാൻ തന്നെ നമ്മുടെ കപ്പാസിറ്റി വളരെ ഇതാണ്. അപ്പൊ നമ്മുടെ മനോമുഖരത്തിൽ കൊള്ളാത്ത അത്രയും വലിയ സൗഭാഗ്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുന്നു. എന്നിട്ട് പ്രവാചകനെ നീ പറയാ, ഖുൽ മാ യഅബൂ ബികും റബ്ബി ലൗലാ ദുആഉക്കും, നിങ്ങളുടെ പ്രാർത്ഥനയില്ലായിരുന്നെങ്കിൽ നിങ്ങളെ നാം പരിഗണിക്കുമായിരുന്നില്ല എന്ന് നീ അവരോട് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഇതൊക്കെ വേണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അതിനുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോ ഒരു ജനത റസൂലിന്റെ മുന്നിൽ നിഷേധിച്ചു. പക്ഷെ നിങ്ങളത് നിഷേധിച്ചു പറഞ്ഞിരിക്കുന്നു. അവരോട് നേരത്തെ പറഞ്ഞാൽ അതിന്റെ അനന്തരഫലം ഇതാ വരാൻ പോകും, നിങ്ങൾ കാണുക തന്നെ ചെയ്യും. ശിക്ഷ നിങ്ങൾക്ക് അനിവാര്യമാണ്. അബൂജഹലിനെയും മുത്തുബത്തിനെയും ശൈബത്തിനെയും എടുത്ത് കിണറ്റിലേക്ക് എറിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്താ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലായില്ല അബൂജഹലേ എന്ന് പറഞ്ഞ ആ ചിത്രം നമ്മുടെ മനസ്സിനോട്. അപ്പോ നമുക്ക് നാളെ ലഭ്യമാവാൻ പോകുന്നു എന്ന് നമ്മൾ പറയുന്നത് വിശ്വസിക്കാൻ കഴിയുന്നതിന് മാത്രമേ ഉന്നതമായ വ്യക്തിത്വം വികസിപ്പിച്ചെടുത്ത് നിലനിർത്താൻ സാധ്യമാവുകയുള്ളൂ. അല്ലാതെ എത്ര വലിയ ടവറിംഗ് പേഴ്സണാലിറ്റി എന്നൊക്കെ പറയും, ലോകത്ത് എന്ത് കളി കളിച്ചാലും അവസാന കാലമാകുമ്പോ അതൊരു വലിയ ഇടങ്ങേറാവും എന്നുള്ളതിന് ലോക ചരിത്ര സാക്ഷിയാണെന്ന് അത് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഉന്നതമായ വ്യക്തിത്വം അത് കരസ്ഥമാക്കി വിജയിക്കുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒഴിവാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا ينبغي لجلال وجهه وعظيم سلطانه. سبحانك لا نحصي ثناء كما أثنيت نفسه لك الحمد حتى ترضى. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الأخوة الكرام، أوصيكم وإياي بتقوى الله. ബഹുമാന്യരായ സഹോദരി സഹോദരൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി നമ്മുടെ നിർവചനങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്തുകയാണ്. വളരെ പ്രധാനപ്പെട്ട, വളരെ ആവശ്യമുള്ള, അതേസമയം വളരെ കോംപ്ലക്സ് ആയ ഒരു ടോപ്പിക്കാണ് എന്ന് പറഞ്ഞ് 2 ആഴ്ചയായിട്ട് പറഞ്ഞു. ഇതിന്റെ മറ്റു വിശദാംശങ്ങൾ സൂറത്തുൽ മുഅ്മിനൂനിലും സൂറത്തുൽ ഇസ്രാഈലിലുണ്ട്. മുഴുവൻ പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ അവർക്ക്. അപ്പൊ ഇത് ഒരു അടിസ്ഥാന ചുണ്ടുപലകയായി വെച്ചിട്ട് നിങ്ങൾ പഠിച്ചോളണം. താല്പര്യമുള്ള ആളുകളെ പഠിച്ചോളണം. പഠിക്കുമ്പോ കൂടുതൽ വികാസം ഉണ്ടാവും. നമുക്ക് കുടുംബത്തിൽ പങ്കെടുക്കാൻ കഴിയും. ഇവിടെ കേൾക്കണതായ ഇതിലെ കെട്ടി ഇതിലെ കളക്കി കൈയും കെട്ടി പൊടി തട്ടി പോകരുത്. വെള്ളിയാഴ്ച ഒരു ദിവസം പറഞ്ഞ സമയമുള്ളൂ അതിരിക്കുന്നു. ഇവിടെ നിന്ന് മനസ്സിലാക്കുന്ന സംഗതികൾ കുടുംബത്തിൽ പോയി ചർച്ച ചെയ്യുന്ന ആളുകളുണ്ട്, എനിക്കറിയാം. നിങ്ങൾ ചർച്ച ചെയ്യണം. എന്നിട്ട് നമ്മുടെയും
പപ്പാന്റെയും വ്യക്തിത്വം കണ്ടിട്ടാണ്, പെരുമാറ്റം കണ്ടിട്ടാണ് മക്കൾ പഠിക്കേണ്ടത്. അത് നമുക്കിത് അത്യാവശ്യമാണ് എന്ന ഒരു ബോധം നമുക്കുണ്ടാവുകയും അത് കുടുംബത്തിലുണ്ടാവുകയും. എല്ലാത്തിനും പറഞ്ഞിട്ടുള്ളത് പ്രാർത്ഥന. അതാണ്. അതൊന്ന് മാത്രം പഠിച്ചാൽ ഈ പറയണം. മായവും റബ്ബി ലൗലാദുആ. നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ആ പരിഗണിക്കുമായിരുന്നില്ല. ഈ നമുക്ക് പ്രാർത്ഥിക്കണമെന്ന് വിചാരിക്കേണ്ട, പ്രാർത്ഥന തൗഫീഖാണ്. ഉമർ റളിയല്ലാഹു പറഞ്ഞ കാര്യം ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. ഉമർ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമെന്നുള്ള ഉറപ്പാണ്. പക്ഷെ ഉമറിന്റെ പേടി ഉമറിന്റെ പ്രാർത്ഥിക്കാൻ തൗഫീഖ് കിട്ടുമെന്നുള്ളതാണ്. എപ്പോഴും അങ്ങനെ പ്രാർത്ഥിക്കാൻ തോന്നില്ല. അതിനും വേണം ഒരു അനുഗ്രഹം. അത് നമ്മുടെ കൈവശമല്ല. എത്ര വലിയവനായിട്ട് ഒരു പ്രാർത്ഥനാനിരതമായ മനസ്സുണ്ടാകുക, എളിമത്വമുള്ള മനസ്സുണ്ടാകുക, അഹങ്കാരമില്ലാത്ത പൊങ്ങച്ചമില്ലാത്ത മനസ്സുണ്ടാകുക എന്ന് പറഞ്ഞാൽ മഹാസൗഭാഗ്യം. ഭൂമിയിൽ അതിനോളം സൗഭാഗ്യം വരില്ല. വളരെ കൃത്യം. നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു, എന്നോട് പ്രാർത്ഥിച്ചോ ഞങ്ങൾക്ക് ഉത്തരം തരാം. ആദ്യം പറഞ്ഞു, പിന്നെ ഇബാദത്ത്, ആരാധന, പ്രാർത്ഥന തന്നെയാണ് ആരാധന. എന്നെ ആരാധിക്കാതെ അഹങ്കാരം നടിച്ചു നടക്കുന്നവന് താമസിയാതെ തന്നെ നിന്ദനായി നരകത്തിൽ പ്രവേശിപ്പിക്കും. ഗൗരവത്തോടെ പറഞ്ഞു, ഒരു സംശയമില്ലാതെ ഖണ്ഡിതമായി അത് പറയാൻ പ്രവാചകനോട് പറഞ്ഞു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദൗത്യം ഭംഗിയായി നിർവഹിച്ച് കടന്നുപോയിട്ട് അത് ഏറ്റെടുത്തിട്ടുള്ള നമ്മളാണ് ഇനി അത് കൊണ്ടുനടക്കേണ്ടത്. എത്രമാത്രം നമുക്ക് കൊണ്ടുനടക്കാൻ കഴിയുമെന്ന് നമ്മൾ ഓരോരുത്തർ ചിന്തിക്കുക. അതിനനുസരിച്ചായിരിക്കും നമ്മുടെ തവാബ്. അത് കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് ഉണ്ടാവേണ്ട വ്യക്തിത്വത്തിന്റെ സവിശേഷതകളെ കുറിച്ച് ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അതിന് നിഷേധിയായി പോയാലുണ്ടാകുന്ന വ്യക്തിത്വത്തിന്റെ സവിശേഷതകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി അതൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ വേണ്ടാതെ അങ്ങോട്ട് അയാറാണ് അവിടെയുണ്ട് ഇവിടെയുണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന ആപട്യത്തിന്റെ വ്യക്തിത്വത്തെ കുറിച്ചും ഖുർആനിൽ സവിസ്തരം പ്രതിപാദിക്കുന്നത്. അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി സത്യവിശ്വാസ വ്യക്തിത്വം വികസിപ്പിച്ചെടുക്കാൻ എപ്പോഴും പ്രാർത്ഥനാനിരതമായ ഒരു മനസ്സുമായി കഴിഞ്ഞുകൂടാൻ കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ഖാന അബൂബക്കർ വഉമർ വഉസ്മാൻ വഅലി ഹംസത വൽ അബ്ബാസ് الحسن والحسين من بقية أصحاب رسول الله أجمعين. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ വൻപാടുകളും ചെറുപാടുകളും തെറ്റുകുറ്റങ്ങളും പുറത്തുനിന്ന് ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, ബാലസന്താനങ്ങൾ, സുഹൃത്തുക്കൾ, ഉസ്താദന്മാർ, നാട്ടുകാർ, മുഴുവൻ സത്യവിശ്വാസികൾ, മുൻകാല സത്യവിശ്വാസികൾ എല്ലാവർക്കും പുറത്തുനിന്ന് തമ്പുരാനെ, ഞങ്ങളിൽ മുന്നേ നിന്നിലെത്തിയ ആൾക്കാരുടെ കബറിടങ്ങളെ പ്രകാശപൂരിതങ്ങളായ കബറിടങ്ങൾ ആക്കി നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. നാഥ, ഭൂമിയിൽ ആശ്വാസത്തോടെ ജീവിച്ച് സമാധാനത്തോടെ വിട പറഞ്ഞ് നിന്നിലേക്ക് എത്താനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ സന്താനങ്ങളിൽ സമ്പത്തുകളിൽ നന്മ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. അകലങ്ങളിലുള്ള ഞങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകൾക്ക് ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തുമുള്ള ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കണേ നാഥ. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ സംഗതികളും നിന്റെ തൃപ്തിയിലാക്കി തരണേ തമ്പുരാനെ. ഈ ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള തൗഫീഖ് നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അങ്ങനെ ആശ്വാസകരമായ ജീവിതം നയിച്ച് മരണത്തിലെത്താനും മരണത്തിൽ സക്രാത്തുൽ മൗത്തിന്റെ വേദന ഞങ്ങൾക്ക് ആശ്വാസപ്രദമാക്കി തരണേ നാഥ. കബറിടങ്ങളെ പ്രകാശപൂരിതങ്ങളായ കബറിടങ്ങളാക്കി മാറ്റിത്തരണേ നാഥ. മഹ്ശറിൽ നീ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. സ്വർഗത്തിൽ നിങ്ങൾ ഫിർദൗസിൽ ലിഖാ കൊണ്ട് അനുഗ്രഹിക്കണേ നാഥ. ഈ പ്രാർത്ഥന സ്വീകരിച്ച് ഉത്തരം നൽകി അനുഗ്രഹിക്കണേ നാഥ. തട്ടിക്കളയാതെ പ്രാർത്ഥന സ്വീകരിച്ച് ഉത്തരം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. എപ്പോഴും പ്രാർത്ഥനാ നിരതമായ ഒരു മനസ്സുമായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹു ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. اللهم اعز الاسلام والمسلمين. اللهم انصر اعمال المجاهدين في كل مواطن الارض يا ارحم الراحمين. ربنا تقبل منا انك انت السميع العليم. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. واخر دعوانا الحمد لله رب العالمين.